സർവദാരിദ്ര്യശമനിം സർവദുഃഖനിവാരിണിം ബ്രഹ്മാണ്ഡമധ്യജിഹ്വാം താം മഹാവക്ത്രകരാളിനിം ദശസാഹസ്രദോർദണ്ഡാം നാനാശസ്ത്രാസ്ത്രധാരിണിം വിചിത്രായുധസന്നദ്ധാം വിശ്വരൂപാം ശിവാത്മികാം ദാനവാന്തകരിം ദേവീം രക്തബീജവധോദ്യതാം രക്തവസ്ത്രധരാം ചണ്ഡിം ഭീഷണാമതിഭൈരവാം സമ്പൂർണയൗവനാം ലക്ഷ്മിം കാളികാം കമലാനനാം മധുകൈടഭസംഹർത്രിം മഹിഷാസുരമർദിനിം ചണ്ഡമുണ്ഡശിരച്ഛേത്രിം സർവദൈത്യനിഷൂദിനിം രക്തബീജസ്യ സംഹർത്രിം അശേഷായുധഭീഷണാം മഹാബ്രഹ്മാണ്ഡമാലാംഗിം സർവാഭരണഭൂഷിതാം വേതാളവാഹനാരൂഢാം സിംഹവ്യാഘ്രാദിവാഹനാം നരരക്തപ്രിയാം മായാം മധുമാംസോപഹാരിണിം ഭക്താനന്ദകരിം ദേവീം പരബ്രഹ്മസ്വരൂപിണിം ഇഷ്ടകാമേശ്വരിം സിദ്ധാം സർവശക്തിസ്വരൂപിണിം അഷ്ടാദിദശപീഠസ്ഥാം ത്രിപുരാമതിദേവതാം ദേവീം വിശ്വേശ്വരിം വന്ദേ ഭുക്തിമുക്തിഫലപ്രദാം ഏതത് സപ്തശതീ ധ്യാനം സർവരക്ഷാകരം പരം. സർവദാരിദ്ര്യശമനിം എല്ലാ ദാരിദ്ര്യങ്ങളെയും ശമിപ്പിക്കുന്നവളെ. സർവ എന്ന വിശേഷണം കൊണ്ട് ധനമില്ലായ്മ മാത്രമല്ല, ബുദ്ധി, വിദ്യ, ആരോഗ്യം, കുടുംബം, മിത്രങ്ങൾ തുടങ്ങിയവയെല്ലാം സൂചിപ്പിക്കുന്നു. സർവ ദുഃഖ നിവാരിണിം എല്ലാ ദുഃഖങ്ങളെയും നിവാരണം ചെയ്യുന്നവളെ. ഇവിടെയും സർവ എന്ന വിശേഷണം കൊണ്ട് ആദിഭൗതികവും ആധ്യാത്മികവും ആദിദൈവികവുമായ എല്ലാ ദുഃഖങ്ങളെയും നിവാരണം ചെയ്യുന്നവളാണ് ദേവി എന്ന് സൂചിപ്പിക്കുന്നു. ബ്രഹ്മാണ്ഡ മധ്യജിഹ്വാം താം ബ്രഹ്മാണ്ഡ മധ്യത്തെ ആവരണം ചെയ്യുന്ന ജിഹ്വയോട് കൂടിയ ആ ദേവിയെ. ജിഹ്വ ശബ്ദത്തിന് നാവ് എന്നും അഗ്നിജ്വാല എന്നും അർത്ഥമുണ്ട്. എല്ലാ ബ്രഹ്മാണ്ഡങ്ങളെയും ഭക്ഷിക്കുന്ന വക്ത്രമുള്ളവൾ മഹാവക്ത്ര കരാളിനിം അക്കാരണം കൊണ്ട് തന്നെ ഭയങ്കരിയായവളെ. ദശസാഹസ്ര ദോർദണ്ഡാം 10,000കണക്കിന് ദോർദണ്ഡങ്ങൾ ഉള്ളവളെ. കൈകളുടെ പ്രപഞ്ചാതീതമായ വ്യാപ്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാനാ ശസ്ത്രാസ്ത്രധാരിണിം ദശസഹസ്രക്കണക്കിലുള്ള കൈകളിൽ പലതരത്തിലുള്ള ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ധരിച്ചിട്ടുള്ളവളെ. വിചിത്രായുധ സന്നദ്ധാം വിചിത്രങ്ങളായ ആയുധങ്ങളേന്തി യുദ്ധത്തിന് സന്നദ്ധയായവളെ. വിശ്വരൂപാം വിശ്വം തന്നെ രൂപമായവളെ. ശിവാത്മിക മംഗളസ്വരൂപിണിയെ. ശിവ എന്ന ശബ്ദത്തിന് ശിവപത്നി എന്നും അർത്ഥം പറയാം. ദാനവാന്തകരിം ദേവീം ദാനവന്മാരുടെ അന്തത്തെ ചെയ്യുന്നവളായ ദേവി. ദാനവ ശബ്ദത്തിന് ധനുവിൽ നിന്നുണ്ടായത് എന്നാണ് അർത്ഥം. എങ്കിലും പ്രതീകാത്മകമായി എല്ലാ പാപശക്തികളെയും എല്ലാ അധർമ്മങ്ങളെയും ഈ പദം കുറിക്കുന്നു. അവയെല്ലാം നശിപ്പിക്കുന്നവൾ. രക്തബീജ വധോദ്യതാം രക്തബീജൻ എന്ന അസുരനെ വധിക്കാൻ തുനിഞ്ഞവളെ. രക്തവസ്ത്രധരാം രക്തവർണമായ വസ്ത്രം ധരിച്ചവളെ. ചണ്ഡിം ഭയങ്കരിയെ ചണ്ഡി എന്നിവരുള്ള ദേവിയെ. ലക്ഷ്മി ഭീഷണാം അതിഭൈരവാം ഭീഷണയും അതിഭൈരവമായ ഉള്ളവളുമായ ദേവിയെ. സമ്പൂർണ്ണ യൗവനാം ലക്ഷ്മിം പൂർണ്ണ യൗവനയുക്തയായ ലക്ഷ്മിയെ. കാളികാരൂപം ധരിച്ചവളെ. കമലാനനാം കമലത്തെ പോലെ അല്ലെങ്കിൽ താമരയെ പോലെ അത്യാകർഷകമായ മുഖമുള്ളവളെ. മധുകൈടഭ സംഹർത്രി മധുകൈടഭന്മാരെ സംഹരിച്ചവളെ. മഹിഷാസുരമർദിനി മഹിഷാസുരനെ മർദ്ദിച്ചവളെ. ചണ്ഡമുണ്ട ശിരച്ഛേത്രിം ചണ്ഡന്റെയും മുണ്ഡന്റെയും ശിരസ് ഛേദിച്ചവളെ. സർവദൈത്യനിഷൂദിനിയും എല്ലാ ദൈത്യന്മാരെയും നശിപ്പിച്ചവളെ. അശേഷാസുര ഭക്ഷിണിം എല്ലാ അസുരന്മാരെയും ഭക്ഷിച്ചവളെ. അശേഷായുധ ഭീഷണം എല്ലാ ആയുധങ്ങളും ധരിച്ച് ഭീഷണമായ ആകാരമുള്ളവളെ. മഹാബ്രഹ്മാണ്ഡമാലാംഗി മഹാബ്രഹ്മാണ്ഡമാലകളാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞ അംഗങ്ങൾ ഉള്ളവളെ.
സർവാഭരണ ഭൂഷിതാം, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് ഒരുങ്ങിയവളെ. വേതാള വാഹനാരൂഢം, വേതാളമാകുന്ന വാഹനത്തിൽ ആരൂഢയായവളെ. സിംഹവ്യാഘ്രാദി വാഹനാം, സിംഹം വ്യാഘ്രം തുടങ്ങിയ വാഹനമായുള്ളവളെ. നരരക്തപ്രിയ, മനുഷ്യരക്തം ഇഷ്ടപ്പെടുന്നവളെ. ഭക്താനന്ദകരിം ദേവിയും, ഭക്തന്മാർക്ക് ആനന്ദത്തെ ചെയ്യുന്നവളായ ദേവിയെ. പരബ്രഹ്മസ്വരൂപിണിയും, പരബ്രഹ്മസ്വരൂപമായവളെ. ഇഷ്ടകാമേശ്വരും, ഇഷ്ടകാമങ്ങൾക്ക് ഈശ്വരിയായവളെ, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്കും കാമങ്ങൾക്കും ഈശ്വരിയായവളെ. സിദ്ധാം, സിദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ. സർവശക്തി സ്വരൂപിണിയും, എല്ലാ ശക്തികളുടെയും സ്വരൂപമായവളെ. അഷ്ടാദശാദി പീഠസ്ഥാം താം, 18 മുഖ്യപീഠങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവി. ദേവി സർവവ്യാപ്തയാണെങ്കിലും ഭൂമിയിൽ ദേവിയുടെ സവിശേഷ സാന്നിധ്യമുള്ള 108 ദേവീപീഠങ്ങളുണ്ട്. അവയിൽ 18 മുഖ്യമായി കണക്കാക്കുന്നു. ദക്ഷയാഗത്തിൽ സതീദേവി ഉപേക്ഷിച്ച ശരീരത്തെ ചുമലിലിട്ടുകൊണ്ട് ശിവൻ സംഹാരതാണ്ഡവം ആരംഭിച്ചു. ലോകങ്ങൾ നശിക്കാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ തൃച്ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരത്തെ പലതായി മുറിച്ചു. ഓരോ ഭാഗവും വീണ സ്ഥലമാണ് ഓരോ ദേവീപീഠമായി തീർന്നത്. ഇതിൽ മുഖ്യമായ 18 ഏതൊക്കെയെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അധിദേവതാം, അധിഷ്ഠാന ദേവതയെ, എല്ലാ ദേവതകൾക്കും ദേവതയായവളെ. ദേവ്യം വിശ്വേശ്വരിയും വന്ദേ, വിശ്വേശ്വരിയായ ദേവിയെ ഞാൻ വന്ദിക്കുന്നു. ഭുക്തി മുക്തി ഫലപ്രദാം, ഭുക്തിയും മുക്തിയും ഫലമായി നൽകുന്നവളെ. ഏതത് സപ്തശതീധ്യാനം, ഈ സപ്തശതീധ്യാനം സർവരക്ഷാകരം പരം, എല്ലാ തരത്തിലുള്ള രക്ഷയും നൽകുന്നതാണ്. ആരാധനയുടെ ലക്ഷ്യം ആത്യന്തികമായി മുക്തിയാണ്. ശരാശരി മനുഷ്യന് മുക്തിയെക്കാളേറെ ശ്രദ്ധ ഭുക്തിയിലായിരിക്കും. ഇഹലോക ജീവിതത്തിൽ ഭോഗങ്ങളോടൊപ്പം മോക്ഷവും തൻ്റെ ഭക്തർക്ക് നൽകി അനുഗ്രഹിക്കുന്ന വിശ്വേശ്വരിയായ പരമചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു. സപ്തശതിയിലെ 3 ഖണ്ഡങ്ങളായി വിവരിച്ചിട്ടുള്ള കഥാസന്ദർഭങ്ങളെ കുറിച്ചുള്ളതാണ് ഈ ധ്യാനം. അതിലുള്ള വിവിധ സന്ദർഭങ്ങൾ മനസ്സിലുറപ്പിക്കാൻ ഈ ധ്യാനം സഹായിക്കും.